പ്രിയപ്പെട്ടവരെ, അലക്സാണ്ടർ പി ജേക്കബ് സാറിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപകടമാണ് എന്ന് നല്ല ബോധ്യമുണ്ട്. അലക്സാണ്ടർ പി ജേക്കബ് സാറ് തുമ്പമൺ ആണ് ജന്മസ്ഥലം. പഠനത്തിന് ശേഷം മലയാള മനോരമയിൽ സബ് എഡിറ്ററായിട്ടായിരുന്നു തുടക്കം. അതിനുശേഷം തിരുവനന്തപുരത്ത് മാറിവാനിയോസ് കോളേജിൽ അധ്യാപകനായി പ്രവേശിച്ചു. ആ സമയത്താണ് IPS പാസ്സാകുന്നതും. ആദ്യമായി കോട്ടയത്ത് കോട്ടയം ജില്ലയുടെ ചുമതലക്കാരനായി കോട്ടയത്ത് പ്രവേശിക്കുന്നു. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. DGP ആയി റിട്ടയർ ചെയ്യുന്നു. പ്രവർത്തന മേഖലകളിലെല്ലാം തൻ്റെ മികവ് കൊണ്ട്, തൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ ഒരു ജീനിയസ്. ഏത് വിഷയത്തെക്കുറിച്ചും ഗംഭീരമായി തൻ്റെ ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അലക്സാണ്ടർ പി ജേക്കബ് സത്യത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജീനിയസ്. തമാശായി പലരും പറയാറുണ്ട്, ഉഗാണ്ടയിലെ ഉരുക്കു വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് മറുപടി പറയാനും ആ മന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ പറയാനും കഴിയുന്ന ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ. അടുത്തയിടെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രിയപ്പെട്ട സാറിനോടൊരു ചോദ്യം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നീളുമോ, പാലസ്തീൻ ഇല്ലാതെയാകുമോ? സാറിൻ്റെ മറുപടി ഏറെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഒരു സമൂഹത്തെ ഡിലീറ്റ് ചെയ്തുകൊണ്ട്, ഇല്ലാതെ വരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു യുദ്ധം നീണ്ടുപോകുമോ? യുദ്ധത്തെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ പോലും ഇത്തിരി കഴിയുമ്പോൾ യുദ്ധം മടുക്കും. മനുഷ്യകുലത്തെക്കുറിച്ച് അവർക്ക് നന്മയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയുടെ വാക്കുകൾ നമുക്ക് ആ അഭിപ്രായത്തിൽ കേൾക്കാൻ കഴിയും. ഏർപ്പെട്ട മേഖലകൾ വൈപുല്യം നിറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ഡോക്ടർ എലിസബത്ത്, അതോടൊപ്പം 3 മക്കൾ മറിയം, ജെസ്സി, അമ്മു. ഈ 3 പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഏറെ സന്തോഷത്തോടെ കഴിയുന്ന പ്രിയപ്പെട്ട സാറ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയാണ്. 7 വിഷയങ്ങളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പ്രിയപ്പെട്ട അലക്സാണ്ടർ പി ജേക്കബ് സാറിനുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ചും സാറിന് അഭിപ്രായം പറയാൻ കഴിയും. നമ്മളിൽ പലരും അത്ഭുതത്തോടെ കേട്ടിരിക്കുന്ന ഈ മഹാപ്രതിഭയെ പട്ടശ്ശേരിൽ കുടുംബയോഗത്തിൻ്റെ ഈ 77ാം വാർഷിക സമ്മേളനത്തിൽ ലഭിക്കുന്നത് നമുക്ക് ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. മികച്ച ഒരു പ്രഭാഷകനെ, മികച്ച ഒരു എഴുത്തുകാരനെ, മികച്ച ഒരു ഭരണാധികാരിയെ, ഒരു മനുഷ്യസ്നേഹിയെ നമ്മൾ കേൾക്കാൻ കാതോർക്കുകയാണ്. ആദരവോടെ, വിനയപൂർവ്വം, സ്നേഹാദരവോടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ പി ജേക്കബ് സാറിനെ കാളിയാങ്കലായ കാരാപ്പുഴ പട്ടശ്ശേരിൽ കുടുംബയോഗത്തിൻ്റെ പേരിൽ സവിനയം സ്വാഗതം ചെയ്യുന്നു. അങ്ങേയ്ക്കായി ഞങ്ങൾ കാതോർക്കുന്നു.